കഴിഞ്ഞ 2 മാസമായിട്ട് വീഡിയോസ് ഇടുന്നതിന്റെ ഇടയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഞാൻ 10 വീഡിയോസ് ഇട്ട് 2-3 വീഡിയോ ഫ്ലോപ്പ് ആയി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സെൽഫ് ഡൗട്ട് അടിക്കാൻ നിൽക്കലുണ്ട്. എനിക്ക് പ്രോപ്പറായിട്ട് കണ്ടന്റ്സ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ലേ, അതായത് ഒരു 10 3 ഫ്ലോപ്പ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും എന്റെ കണ്ടു പോകുന്ന ഈ ഒരു മോശമായി പോയ വീഡിയോ കേട്ടാ ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫിലും എന്തൊക്കെ നല്ല കാര്യങ്ങൾ ലൈഫിൽ നടന്നു കഴിഞ്ഞാലും ആരൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ടെങ്കിലും എത്ര പേര് നമ്മൾ ആൻഷോ പ്രൗഡ് ആണെങ്കിലും ആ വരുന്ന ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ എന്താ പറയാ ലൈഫിൽ നടക്കുന്ന ഒരു മോശമായിട്ടുള്ള സംഭവം അതിനെക്കുറിച്ച് ആലോചിച്ചായിരിക്കും നമ്മൾ എപ്പോഴും വെറി ചെയ്യുന്നുണ്ടാവുക. സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മോശമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാത്രമായിരിക്കും. പക്ഷെ നല്ലതായിട്ട് ആലോചിക്കാൻ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ വിട്ടിട്ട് ആ ഒരൊറ്റ കാര്യത്തിന് മേലേക്ക് നമ്മൾ പോകുന്നുണ്ടാവാം. ദയവേദ അവർ മണ്ടത്തരം ചെയ്യാതിരിക്കുക. നൗഡേയ്സ് ഐ എം ലേണിംഗ് ദാറ്റ് ഇപ്പൊ കുറച്ച് വീഡിയോ മോശമായി പോയി, നോ ഇഷ്യൂസ്. അടുത്ത വീഡിയോയിൽ ബെറ്റർ ആയിട്ട് ട്രൈ ചെയ്യാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് മാത്രം നമ്മുടെ കയ്യിലുള്ള കാര്യം. ഇപ്പൊ റിസൾട്ട് ഇപ്പൊ വീഡിയോ നന്നായി പോവാം, ചീത്തയായി പോവാം, അത് എന്റെ കയ്യിലൊരു കാര്യമല്ല. ചീത്തയായി പോകുന്ന സമയത്ത് ഇംപ്രൂവ് ചെയ്തിട്ടാണ് മാത്രമാണ് എന്നെ കൂടി ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് ഓവർ സെൽഫ് ഡൗട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നെ റിമൈൻഡ് ചെയ്ത കാര്യം ഇത്ര നല്ല കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇത്ര നെഗറ്റീവ്സും മോശമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ലൈഫിൽ നടക്കും. ഇതിന്റെ ഒക്കെ ഇടയിൽ നമ്മുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ, ആ മോശമായിട്ടുള്ള പാർട്ടിനെ ഇഗ്നോർ ചെയ്തിട്ട് ആ നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ആൻഡ് എഗെയിൻ നമ്മുടെ ഗോളിലോട്ട് പണിയെടുത്തുകൊണ്ടേയിരിക്കുക.